പാണ്ഡുവിൻ്റെ 2 ഭാര്യമാരാണ് കുന്തിയും മാദ്രിയും. പാണ്ഡു വനത്തിൽ വേട്ടയാടാൻ പോകുന്ന സമയത്ത് ദൂരെക്കൂട്ടി 2 മാനിനെ കാണുന്നു. അതിനെ അമ്പെയ്യുകയും ചെയ്യുന്നു. പക്ഷേ അന്നേരം മനുഷ്യൻ്റെ ആർത്തനാദം കേൾക്കുന്നു. ശബ്ദം കേട്ട ഇടത്തേക്ക് അദ്ദേഹം ഓടിച്ചെല്ലുമ്പോൾ കണ്ടത് ഒരു മുനിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിരുന്നു. അവരുടെ ദേഹത്താണ് ഈ അമ്പ് കൊണ്ടത്. അവർ ദമ്പതി വിനോദത്തിനായി മാൻവേഷം ധരിച്ച് പ്രണയിക്കുകയായിരുന്നു. രാജാവിനെ കണ്ടത് മുനി രാജാവിനെ ശപിക്കുകയും ചെയ്യുന്നു. നീ ആരെയെങ്കിലും പ്രണയിക്കുകയോ മക്കൾക്ക് വേണ്ടി ശ്രമിക്കുകയോ ചെയ്താൽ നീയും മരിക്കട്ടെ എന്ന്. പാണ്ഡു ഇതിൽ ദുഃഖിതനായി കൊട്ടാരത്തിൽ തിരിച്ചെത്തുകയും ചെയ്യുന്നു. ഭാര്യമാരെ വിവരം അറിയിച്ചു. പശ്ചാത്താപത്താൽ അദ്ദേഹം വനത്തിൽ തപസ്സിന് പോകാൻ ഒരുങ്ങുന്നു. അപ്പോൾ ഭാര്യമാരായ കുന്തിയും മാദ്രിയും പറഞ്ഞു, ഞങ്ങളും അങ്ങയുടെ കൂടെ തപസ്സിന് വരുന്നുണ്ട്. അങ്ങനെ അവർ മൂവരും വനത്തിൽ തപസ് ഇരിക്കുകയും ഋഷിമാർ വന്ന് യാഗങ്ങൾ നടത്തുകയും ചെയ്യുന്നു. പാണ്ഡു തനിക്ക് വിഷ്ണുപദം പ്രാപിക്കാനുള്ള ഉപായം മുനിമാരോട് ആരായുന്നു. പുത്രന്മാരില്ലാത്തവർക്ക് അത് സാധ്യമല്ല എന്ന് അവർ പറയുന്നു. ഇത് കേട്ട് പാണ്ഡു ദുഃഖിതനാവുകയും അതിനുള്ള വഴി ആരായുകയും ചെയ്യുന്നു. രാജധർമ്മം അനുസരിച്ച് തനിക്ക് മക്കൾ ഉണ്ടാകില്ല എങ്കിൽ ഉത്തമന്മാരായ മറ്റ് ആരിൽ നിന്നെങ്കിലും പുത്രോത്പാദനം നടത്താം എന്ന് പറഞ്ഞ് മുനിമാർ പോകുന്നു. പാണ്ഡു തൻ്റെ ഭാര്യമാരോട് വിവരം പറയുന്നു. അപ്പോഴാണ് കുന്തി ഓർത്തത്, പണ്ട് ദുർവാസാവിനെ താൻ വേണ്ടവിധം സ്വീകരിച്ചതിന് അദ്ദേഹം നിനക്ക് ഇഷ്ടമുള്ള 5 ദേവന്മാരെ പുത്രനുണ്ടാവാനായി സ്മരിച്ച് മന്ത്രം ചൊല്ലിയാൽ അവരിൽ നിന്ന് സത്പുത്രന്മാരെ ലഭിക്കുന്നതാണ് എന്ന് വരവും കൊടുക്കുന്നു. ഈ വിവരം തൻ്റെ ഭർത്താവിനോട് കുന്തി പറയുന്നു. പാണ്ഡുവിന് സന്തോഷമാവുകയും അദ്ദേഹം ആവശ്യപ്പെടുന്ന ദേവന്മാരെ കുന്തി സ്മരിക്കുകയും ബാക്കി മന്ത്രം മാദ്രിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ പഞ്ചപാണ്ഡവന്മാർ ജനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു ദിവസം പാണ്ഡു മാദ്രിയെ കണ്ട് ഭ്രമിക്കുകയും പ്രണയത്തെ സ്പർശിക്കുകയും ചെയ്യുന്നു. ഇതോടെ മുനിവാക്കാൽ അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു. ഇതിൽ മനംനൊന്ത് മാദ്രി തൻ്റെ മക്കളായ നകുല സഹദേവന്മാരെ കുന്തിയെ ഏൽപ്പിച്ചിട്ട് ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുകയും ചെയ്യുന്നു.